ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനിയുള്ള പ്ലാനിങ്ങിലെ ഈ കിളവിയെ കൂടെ ഉൾപ്പെടുത്തണം. എന്താ അമ്മേ? പറയാം. കുറെ കാശുകൾ ഉണ്ടാക്കാൻ ദൈവം കാണിച്ചു തരുന്ന മാർഗങ്ങള് അറിഞ്ഞു. പക്ഷെ അവളോ രാജോ എന്നോടൊന്നും പറഞ്ഞില്ല. യാമിനിക്ക് മോള് മെസ്സേജ് അയച്ചിരുന്നു. യാമിനി പറഞ്ഞറിഞ്ഞതാ. അല്ല, അവരോട് അവരകത്തുണ്ട് സാറേ. സാറ് വാ. എനിക്ക് മതി രാജു. അങ്ങനെ ഒന്നും പറഞ്ഞാ പറ്റില്ല. മരുന്ന് കഴിക്കേണ്ടതാ. ഫുഡ് നന്നായിട്ട് കഴിക്കണം. ടേസ്റ്റ് ഒന്നും ഇപ്പം മാഡം നോക്കണ്ട. കഴിക്കും. സാറ് ഇരിക്കരി. നീ ഫുഡ് കഴിച്ചോണ്ടിരിക്കല്ലേ? ഇരിക്ക. നീ ഫുഡ് കൊടുക്ക് രാജു. ഞങ്ങളിവിടെ നിൽക്കുന്നതിന് നിനക്കെന്താ കുഴപ്പം? സാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ, എടുക്കട്ടെ? വേണ്ട രാധമേ, ഞാൻ രാവിലെ കഴിച്ചിട്ട് ഇറങ്ങി. നീ ചായ എടുക്കടി. സാറ് ചായ കുടിക്കും. ആ, പനി എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ആ, കുറവുണ്ടച്ചാ. നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലോ? അയ്യോ, അതിന്റെ ആവശ്യമില്ല സർ. അമ്മ മാഡത്തെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചതാ. ആ മെഡിസിനാ ഇപ്പൊ കഴിക്കുന്ന. ഹോസ്പിറ്റലിൽ പോണ്ടച്ചാ. ഇന്നലത്തേക്കാൾ പനി ഇന്ന് കുറവുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി പനി നല്ല കൂടുതലായിരുന്നു. മാഡം ഉറങ്ങിയിട്ട് പോലുമില്ല. ഉറങ്ങാതിരുന്നത് ഞാനല്ല, രാജുവാ. ഞാൻ നന്നായി ഉറങ്ങി. ഇവൻ നേരം വിളിക്കുന്നവരെ കാവിലിരുന്ന് കാണും. ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നാ ഇവന് വെപ്രാളാണല്ലോ. അത് പിന്നെ സ്വന്തം ഭാര്യയ്ക്കാണ് ഈ പറയാൻ വേണ്ട. ഇവൻ ഈ വീട് പൊളിച്ചെടുക്കും. അയ്യോ സാറേ, സാറ് പറഞ്ഞത് ശരിയാ. ഇന്നലെ രാത്രി ഇവന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. അമ്മേ, ചില പഴയകാല മനുഷ്യരെ പോലെ പനിക്കൂർക്ക് പറിച്ചെടുക്കുന്നു, അരച്ചിവളുടെ നെറ്റിയിലിടുന്നു. 1000 വട്ടം ഭാര്യ മാഡം മാഡം ഒന്നും വിളിച്ചു കാണുമല്ലോ. എന്തായാലും നീ കുറച്ചു ദിവസത്തേക്ക് ഓഫീസിലേക്കൊന്നും പോണ്ട. നന്നായി റെസ്റ്റ് എടുത്തിട്ട് പോയാ മതി. ശരി അച്ഛാ. ആ, പിന്നെ ഇവളുടെ പനി കുറഞ്ഞിട്ട് നീ വന്നാ മതി. ശരി സർ. നിനക്കൊരു അസുഖം വന്നാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് എന്നെ അറിയിക്കായിരുന്നു. യാമിനിയെ മാത്രം അറിയിച്ചത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അച്ഛൻ തിരക്കുള്ള ആളല്ലേ, അതുകൊണ്ടാ. തിരക്കുള്ളപ്പോഴും നിന്റെ കാര്യത്തിൽ നിന്ന് ഞാൻ മാറി നിന്നിട്ടില്ലല്ലോ. ആ, അത് വിട്ടേക്ക്. ഒഫീഷ്യൽ കാര്യങ്ങളൊന്നും യാമിനെ കൊണ്ട് പറയിപ്പിക്കണ്ട. നീ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ചേച്ചി പറഞ്ഞത് നുണയാ. ഇവര് തമ്മിൽ ഒരു പ്രശ്നവുമില്ല. എന്ന് ഞാറാട്ടെ. ശരി സർ.
ശരി സാർ. ഞാൻ പറയുന്നതേ നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഓഫ്, ശല്യം. ആരാ അമ്മേ? ആ കൾച്ചറൽ കിളവിയാ കൊച്ചമണി. എന്റെ ഒരു ന്യൂസ് ഏജന്റാ. അമ്മ ഫോൺ എടുക്ക. ആ, ഉണ്ടെങ്കിലമ്മേ. മാഡം, വർമ്മ സാർ ഇവിടെ വന്നിരുന്നു മാഡം. എന്നിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോഴപ്പോഴുള്ള ന്യൂസ് അപ്പോഴപ്പോഴേ തരികയാണ്. പിന്നെ പുതിയത് വല്ലതും വന്നാൽ ഞാൻ അപ്പൊ തന്നെ അറിയിക്കാം. പിന്നെ എല്ലാത്തിന്റെയും കണക്കുകൾ കൂട്ടി വെച്ചേക്കണേ. ഓ, അതിനെന്താ? ഛെ, അനാവശ്യമായി എടുത്തു ചാടി പ്രതാപനോടൊന്നും പറയേണ്ടിയിരുന്നില്ല. ഉഫ്. ഇനിയുള്ള പ്ലാനിങ്ങിലെ ഈ കിളവിയെ കൂടെ ഉൾപ്പെടുത്തണം. എന്താ അമ്മേ? പറയാം. കുറെ കാശുകൾ ഉണ്ടാക്കാൻ ദൈവം കാണിച്ചു തരുന്ന മാർഗങ്ങള് ഇവനെയും ഇവളെയും തമ്മിൽ തല്ലിക്കാൻ എന്താ ഒരു വഴി? പനിയുടെ ആസക്തി കുറഞ്ഞു. ഇപ്പൊ ചൂടില്ല. ഇനിയിപ്പോ റെസ്റ്റ് എടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. എങ്കിലും എന്നും ആവി പിടിക്കണം. മേഡം റെസ്റ്റ് എടുത്തോ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എന്തു പറയുന്നു? പൊക്കോട്ടെ. ഞാൻ പോരുതെന്ന് പറഞ്ഞ രാജു പോവാതിരിക്കോ? അതിലെന്താ സംശയം? മാഡം പോകണ്ടെന്ന് പറഞ്ഞാ ഞാൻ പോവില്ല. എന്നാ പൊയ്ക്കോ. ഉം